ഓണം സീസൺ ആയല്ലോ, അതുകൊണ്ട് കടയിൽ മൊത്തം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി അടുക്കലും പെറുക്കലും വിലയിടലും ഒക്കെ ആയിട്ട് ഒരു മാമാങ്കം തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ അംഗം വെട്ടാനൊക്കെ തയ്യാറായിട്ട് നമുക്ക് നല്ല ഉത്സാഹത്തോടെ പോകാമായിരുന്നു. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഏതാണ്ട് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്ന ലക്ഷണമാണ്. ഏതായാലും കുറച്ച് മുന്തിരിങ്ങയൊക്കെ പൊതിഞ്ഞെടുത്ത് രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ കടയിലേക്കാണ്. നമ്മൾ ഈ രംഗത്ത് പുതിയതായതുകൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ വളരെ കുറവാണല്ലോ. അതുകൊണ്ട് എന്ത് എങ്ങനെയെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എങ്കിലും ഒഴുക്കിനൊത്ത് നീന്തിയല്ലേ പറ്റൂ. അപ്പം നമുക്ക് നീന്തി നോക്കാം. ചെറിയ കടയായതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എങ്കിലും നമ്മളാലാവുന്ന വിധം ചെയ്തിട്ടുണ്ട്. നമുക്ക് കച്ചവടം പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ രാവിലെ തന്നെ വന്ന് ഒരു ടേബിൾ സെറ്റാക്കി ഇടുകയാണ്. ഇതിൻ്റെ ABCD അറിയാത്തതുകൊണ്ട് തന്നെ തലങ്ങും വിലങ്ങും പാഞ്ഞിട്ടാണ് കേട്ടോ ഓരോന്ന് നേരെയാക്കുന്നത്. ഇതിനിടയിൽ മക്കളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും മറിഞ്ഞും തിരിഞ്ഞൊക്കെ നടപ്പുണ്ട് കേട്ടോ. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള നേരത്ത് പോയിട്ട് വലിയ അധ്വാനം ഇല്ലാതെ കഴിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഹോട്ടലും തുണിക്കടയും അടുത്തടുത്താണ് കേട്ടോ. തിന്ന് ഞാൻ പിന്നെയും പന്നി പോലെ ആകുമോ എന്നുള്ള സംശയത്തിലാണ് കേട്ടോ. വീട്ടിലാകുമ്പോൾ ഡയറ്റും കാര്യങ്ങളെല്ലാം അതിൻ്റെതായ മുറയ്ക്ക് നടക്കുകയെ. കടയിൽ ചെന്ന് എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ എന്താണെന്നറിയില്ല, കൺട്രോൾ അങ്ങോട്ട് പോകും. ഏതായാലും ഈ ടേബിൾ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു നീക്ക് പണിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ആ ചാക്കിലെ തുണിയിലോട്ട് കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും നോക്കണ്ട, ഒരു നീക്ക് പണിയായിരിക്കും കേട്ടോ. അങ്ങനെ ടേബിളിന് തലയും വാലും എല്ലാം വെച്ചതിന് ശേഷം ടേബിളെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് മൂലയ്ക്കോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പുറത്ത് വേണം നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. ഇത്രയും നേരത്തെ നിന്നുകൊണ്ടുള്ള പണികൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് കഴിഞ്ഞൊരു ഇരിപ്പിരുന്ന് എൻ്റെ ദൈവമേ, നേരം പോയതോ സൂര്യൻ പോയതോ ചന്ദ്രൻ വന്നതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മൃഷ്ടാണ് ഭോജനം എന്ന് പറയുന്ന പോലെ അതിനിടയ്ക്ക് ഇഷ്ടംപോലെ കഴിക്കാനായിട്ടൊക്കെ പോയിരുന്നേ. പക്ഷെ എന്തോ ഏതോ ഇരുന്ന ഇരിപ്പിൽ നേരം വെളുത്ത പോലെ ഒരു ഫീല് വന്നു കേട്ടോ. എന്നാ തീർന്നോ? അതുമില്ല. ഈ തുണിക്കടയിലൊക്കെ എന്ത് പണിയാണല്ലേ. നമ്മൾ ഓർക്കും തുണിക്കടയിലല്ലേ നല്ല സുഖമല്ലേന്ന്. ഇത് എന്തൊരു പണിയാണിപ്പോൾ. ഒന്നാമത്തെ കാര്യം, ഈ മടക്കി വെക്കുന്ന സാധനങ്ങൾ ഓരോ കസ്റ്റമർ വരുമ്പോഴും അത് ഇതെന്നും പറഞ്ഞ് എല്ലാം വലിച്ചു വാരി ഇടിപ്പിക്കും. എന്നിട്ടോ അതിൽ ചിലർ തൂവാല പോലും എടുക്കാതെ പോവുകയും ചെയ്യും. ഇന്ന് നമ്മൾ ഈ ഒരു തുണിക്കടയിലെ കസ്റ്റമർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ വലിച്ചിടുമായിരുന്നില്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും അതിൻ്റേതായ അധ്വാനങ്ങളുണ്ടല്ലോ. ഏത് ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അതൊക്കെ ചെയ്തു നോക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. മഴയാണെങ്കിൽ തന്നെയും ഭയങ്കര ചൂടാണ് കേട്ടോ. കടയ്ക്കകത്തിരിക്കുമ്പോഴത്തേക്കും പുഴുങ്ങിയെടുക്കുന്ന പോലെയാണ്. ഈ തുണികളുടെ ഇടയിലും കൂടി ആയതുകൊണ്ട് ആകെ ഒരു വീർപ്പുമുട്ടലാണ് കേട്ടോ. എന്നിരുന്നാലും വേഗം നമുക്ക് സ്റ്റോക്കിട്ട് തീർത്തേ പറ്റുള്ളൂ. ഓണത്തിൻ്റെ കച്ചവടം വരാറായില്ലേ. ഇനിയിപ്പോൾ ചോറുണ്ണാൻ പോവുകയാണ്. ചോറിന് നല്ല മീൻകറിയും അതുപോലെ തന്നെ കുറച്ച് തോരനും പയർ മെഴുക്ക് പുരട്ടിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഊണായിരുന്നേ. അതിനുശേഷം എന്തോ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിപ്പോയി കഴിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, എല്ലാം ചെയ്ത് പ്രാന്ത് പിടിച്ചപ്പം വെറുതെ എടുത്തൊരു സീനാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രാത്രി ആയിട്ടുണ്ട്. ഇതാ ചേട്ടായിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാം വേഗം വേഗം ചെയ്തു തീർക്കുന്നുണ്ട്. ഈ ഇരിപ്പാണ് കേട്ടോ രാവിലെ മുതൽ. നടു ഇനി പോകുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടുന്നത് കേൾക്കാം. ഏതായാലും ഞങ്ങളിനി വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോണത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.